നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ ഋജുരാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ഡേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ദ്രദ്യുമ്നം എന്ന് പറയുന്ന ചിരഞ്ജീവിയായിട്ടുള്ള രാജാവ്, അദ്ദേഹം തൻ്റെ പുണ്യം തീർന്ന പ്രകാരം ദേവലോകത്തുനിന്ന് താഴേക്ക് പതിക്കുകയും അദ്ദേഹത്തിന് ഓർമ്മശക്തി ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മാർക്കണ്ഡേയ മഹർഷിയുടെ അടുത്ത് ചെന്നു. മാർക്കണ്ഡേയ മഹർഷി അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തെ കഴിഞ്ഞ് കൂടുതൽ നാൾ ജീവിച്ചുകൊണ്ടിരുന്ന ചിരഞ്ജീവികളായിട്ടുള്ള പല ജീവികളുടെ അടുത്തേക്ക് ചെല്ലുകയും അവരുമൊക്കെയായിട്ട് ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിയുകയും ചെയ്ത കഥയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പം ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള കഥകളാണ്. അപ്പോൾ ഈ കഥകളെല്ലാം കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ മാർക്കണ്ഡേയനോട് ചോദിക്കുകയാണ്, ദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആർക്കൊക്കെയാണ് ദാനം ചെയ്യാവുന്നത്, ആർക്കൊക്കെയാണ് ദാനം ചെയ്യരുതാത്തത്, പാഴായി പോകുന്ന ദാനങ്ങൾ എന്തൊക്കെയാണ്, ദാനത്തിൻ്റെ മഹത്വം എന്തൊക്കെയാണ്, ഇതൊക്കെ അങ്ങ് ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി അതിന് പ്രകാരം പാണ്ഡവരോട് ദാനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മാർക്കണ്ഡേയ മഹർഷി ആദ്യം തന്നെ പറയുകയാണ്, 4 രീതിയിലാണ് ഒരു ജന്മം പാഴായി പോകുന്നത്. പുത്രനില്ലാതെ മരിച്ചു പോകുന്നവൻ്റെയും ധർമ്മം ചെയ്യാത്തവൻ്റെയും അന്യൻ്റെ അന്നം ഉണ്ട് ജീവിക്കുന്നവൻ്റെയും തനിക്ക് വേണ്ടി മാത്രം സമ്പാദിക്കുകയും ചെയ്യുന്നവൻ്റെയൊക്കെ ജീവിതം പാഴ്ജന്മങ്ങളാണ്. ഇനി 16 തരത്തിലുള്ള ആൾക്കാർക്ക് അവർക്ക് ദാനം ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം യുധിഷ്ഠിര എന്ന് പറഞ്ഞിട്ട് 16 തരത്തിലുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യരുത് എന്ന് മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരനോട് പറയുകയാണ്. നമ്മൾ ദാനം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആദ്യം നമ്മൾ കഴിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ളവർക്ക് ദാനം ചെയ്താൽ അത് നിഷ്ഫലമായിട്ടുള്ള ദാനമാണ്. ശരിയായ നിഷ്ഠകളില്ലാതെ ജീവിക്കുന്ന ആൾക്ക് ദാനം ചെയ്യുന്നത് അത് പാഴായിട്ടുള്ള ദാനമാണ്. അന്യായമായിട്ട് നേടിയെടുത്ത ധനം അത് ദാനം ചെയ്യുന്നതും അത് ഒരു ഫലവുമില്ലാത്ത ദാനമാണ്. പാപികളായിട്ടുള്ള മനുഷ്യർക്ക് ദാനം ചെയ്താലും അതും പാഴായി പോകും. ബ്രാഹ്മണരെന്ന് നടിച്ചു നടക്കുന്ന കള്ളബ്രാഹ്മണർക്ക് ദാനം ചെയ്താലും അത് പാഴ്ദാനമാണ്. ഗുരുവിനെ വഞ്ചിച്ചവന് ദാനം ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഗുണവും ലഭിക്കുകയില്ല. ഗ്രാമ പുരോഹിതനും വേദം വിൽക്കുന്നവനും പാപിക്കും ദാനം ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവും ലഭിക്കുകയില്ല. നന്ദിയില്ലാത്തവനും ശൂദ്രപാചകനും നിഷ്ഠകളൊന്നുമില്ലാതെ ആഭാസനായി നടക്കുന്ന ബ്രാഹ്മണനും ദാനം ചെയ്തിട്ട് ഒരു ഗുണവും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ദാസികളുടെ കാമുകനായിട്ടിരിക്കുന്നവനും സ്ത്രീകൾക്കും പാമ്പുപിടുത്തക്കാരനും പരിചാരകർക്കും ദാനം കൊടുക്കുന്നത് കൊണ്ട് അത് പാഴ്ദാനമാണ്. യുധിഷ്ഠിരൻ വീണ്ടും മാർക്കണ്ഡേയ മഹർഷിയോട് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ചോദിക്കുകയാണ്. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്നാണ്, അല്ലെങ്കിൽ നിഷ്ഠയോടുകൂടിയിട്ട് ജീവിക്കുന്ന കാമക്രോധ ലോഭ മോഹാദികളിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള ആളെയാണ് ബ്രാഹ്മണൻ എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ വിചാരിക്കേണ്ട കാര്യം. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അന്ന് ജന്മം കൊണ്ടായിരുന്നില്ല, കർമ്മം കൊണ്ടായിരുന്നു ബ്രാഹ്മണരെ നിശ്ചയിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ കാര്യമാണ് ഈ മഹാഭാരതത്തിൽ എല്ലായിടത്തും പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. മാർക്കണ്ഡേയ മഹർഷി തുടരുകയാണ്, ദേവകൾ ബ്രാഹ്മണപ്രീതി ചെയ്യുന്നവരിൽ സംപ്രീതരാകുന്നു. ആരാണോ ബ്രാഹ്മണരെ സംപ്രീതരാക്കുന്നത് അവർക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുക തന്നെ ചെയ്യും. പിതൃദേവാർച്ചനകളിലൂടെയും ബ്രാഹ്മണ അർച്ചനകളിലൂടെയും ഒരാൾക്ക് പുണ്യലോകമായിട്ടുള്ള സ്വർഗത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ശ്രാദ്ധം നടത്തുന്ന സമയത്ത് ശ്രാദ്ധത്തിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ബ്രാഹ്മണരെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ ഭക്ഷണം കൊടുത്ത് ആദരിക്കണം. ഹവിസ്, ഹോമം, ചന്ദനം, പൂവ് ഇതുകൊണ്ടൊക്കെ അർച്ചിച്ചാലും അതിനെക്കഴിഞ്ഞുമൊക്കെ ഫലം നമുക്ക് കിട്ടുന്നത് ബ്രാഹ്മണർക്ക് ഭോജനം കൊടുക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് യുധിഷ്ഠിര, നീ ബ്രാഹ്മണരെയൊക്കെ അന്നം കൊടുത്ത് തൃപ്തരാക്കുക. അതിഥികൾക്ക് കാൽ കഴുകാൻ ജലം കൊടുക്കുക, അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ജലം കൊടുക്കുക, അവരുടെ കാൽക്കൽ നെയ്വിളക്ക് കത്തിച്ച് വെക്കുക, അവർക്ക് ഇരിപ്പിടം കൊടുക്കുക തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്ന ആതിഥേയൻ ഒരിക്കലും യമലോകത്ത് എത്തിച്ചേരുകയില്ല. ദേവന് അർപ്പിച്ച നിർമാല്യങ്ങൾ മാറ്റുക, ബ്രാഹ്മണർ കഴിച്ച ഉച്ഛിഷ്ടം ഉള്ള പാത്രം കഴുകി വൃത്തിയാക്കുക, വസ്ത്രവും മാലകളുമൊക്കെ കൊടുത്തിട്ട് അവരെ തൃപ്തരാക്കുക. ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ബ്രാഹ്മണർക്ക് ചെയ്തു കൊടുക്കുന്നത് ഗോദാനത്തിനെ കഴിഞ്ഞും മഹത്വമാണ്.
കപിലധേനുവിനെ ദാനമായിട്ട് കൊടുത്താൽ മുക്തി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുമ്പോഴേ പശുവിനെ അലങ്കരിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ എല്ലാ ബ്രാഹ്മണർക്കും അങ്ങനെ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എങ്ങനെ യോഗ്യതയുള്ളവർക്കാണ് ദാനം കൊടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം യുധിഷ്ഠിര എന്ന് പറഞ്ഞിട്ട് മാർക്കണ്ഡേയ മഹർഷി അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അയാൾ വേദജ്ഞനായിരിക്കണം, അഗ്നിഹോത്രിയായിരിക്കണം, ദരിദ്രനായിരിക്കണം, പുത്രന്മാരും ഭാര്യയും ഒക്കെയുള്ള ആളായിരിക്കണം, നമുക്ക് ഇങ്ങോട്ട് ഉപകാരം ചെയ്തവനാവരുത്. ഇങ്ങനെയൊക്കെ ഉള്ള ബ്രാഹ്മണർക്ക് പശുവിനെ ദാനം ചെയ്താൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. പൊടി കാലിൽ പുരണ്ട് തളർന്ന് നടന്നു പോകുന്ന ഒരു യാത്രക്കാരനെ കണ്ടിട്ട് അവിടെ ചെന്നാൽ അവിടെ ദാനം കിട്ടും, ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാർഗദർശിക്ക് പോലും അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ പിന്നെ അവിടെ ദാനം കൊടുക്കുന്ന ആളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അർജുന. അപ്പോൾ പിന്നെ അവിടെ ദാനം കൊടുക്കുന്ന ആളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ യുധിഷ്ഠിര. അതുകൊണ്ട് നീ ബ്രാഹ്മണരെ എല്ലാവരെയും ഏറ്റവും ഉന്നതമായിട്ടുള്ള ദാനമായിട്ടുള്ള അന്നദാനം കൊണ്ട് സംതൃപ്തരാക്കാൻ നോക്കുക. സ്വന്തമായിട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചുണ്ടാക്കിയ ധനം കൊണ്ട് ധാന്യം വാങ്ങി അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ അവന് ഭൂമി ആവശ്യത്തിനനുസരിച്ച് ജലം പോലെ ധനം നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഈ അന്നദാനത്തിൻ്റെ മഹാത്മ്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിച്ചു, മഹർഷി, യമലോകത്തിലേക്കുള്ള മാർഗം എങ്ങനെയാണ്? അതിനെക്കുറിച്ചിട്ട് അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണം. അത് എങ്ങനെയാണ് സുഗമമായിട്ട് കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, ഇക്കാര്യം ഏറ്റവും ഗൂഢമായിട്ടുള്ളതാണ്. അത് ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. മനുഷ്യർക്ക് യമലോകത്തേക്കുള്ള മാർഗം എന്ന് പറയുന്നത് അത് 80,000 യോജനയാണ്. ആ മാർഗത്തിൽ ആകാശവും ജലവുമില്ല, വൃക്ഷങ്ങളാൽ ഇടകലർന്ന് നിൽക്കുന്ന അവിടെ നിഴല് പോലുമില്ല. യമലോകത്തേക്ക് പോകുന്ന മനുഷ്യരെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ യമൻ്റെ കിങ്കരന്മാർ ആ വഴിയിലൂടെയാണ് വലിച്ചഴിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ജലമോ ഭക്ഷണമോ ഒന്നും കിട്ടുകയില്ല. എന്നാൽ മനുഷ്യൻ ജീവിക്കുന്ന കാലത്ത് ബ്രാഹ്മണർക്ക് യഥാവിധി ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർഗത്തിലൂടെയുള്ള യാത്ര സുഗമമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അന്നം ദാനം ചെയ്തവൻ വിശപ്പറിയാതെ ആ വഴിയെ പോകും. വസ്ത്രം ദാനം ചെയ്തവൻ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ആ വഴിക്ക് പോകും. സ്വർണം ദാനം ചെയ്തിട്ടുള്ളവൻ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ആ വഴിക്ക് പോകും. വസ്ത്രം ദാനം ചെയ്യാത്തവൻ വസ്ത്രമില്ലാതെ പോകും. ഭക്ഷണം ദാനം ചെയ്യാത്തവൻ വിശന്നുകൊണ്ട് ആ വഴിക്ക് പോകും. ഭൂമി ദാനം ചെയ്തിട്ടുള്ളവരെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ വഴി കടന്നു പോകും. ഗ്രഹങ്ങൾ ദാനം ചെയ്തിട്ടുള്ളവൻ ആ വഴിക്ക് വിമാനത്തിൽ കയറി ആ മാർഗത്തിലൂടെ പോകും. ഗോക്കളെ ദാനം ചെയ്തവൻ ഒരു പാപവുമില്ലാതെ സുഖമായി ആ മാർഗത്തിലൂടെ പോകും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദാനങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് ആ യമലോകത്തേക്കുള്ള മാർഗം വളരെ സുഗമമായിരിക്കും. ദാനം ചെയ്യാതെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പാപകർമ്മങ്ങൾ ചെയ്ത് അധർമ്മയായിട്ട് ജീവിച്ചവർക്ക് ഏറ്റവും ദുഷ്കരമായിരിക്കും ആ യമലോകത്തേക്കുള്ള യാത്ര. അതുകൊണ്ട് ഭഗവാൻ വഴി നടന്ന് തളർന്നു വരുന്നവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ട വിധത്തിലുള്ള ഭക്ഷണവും വസ്ത്രവും ഒക്കെ ദാനം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുക. ദാനം കൊണ്ട് നമുക്ക് എല്ലാ വിപത്തുകളെയും തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ജന്മത്തും പരലോകത്തും ഇഹലോകത്തുമുള്ള എല്ലാ വിധത്തിലുള്ള സുഖസൗകര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ദാനം കൊണ്ട് സാധിക്കും. യുധിഷ്ഠിരൻ വീണ്ടും മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിക്കുകയാണ്, ബ്രാഹ്മണർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണല്ലോ ശുദ്ധത അല്ലെങ്കിൽ ശൗചം എന്ന് പറയുന്നത്. അവൻ എങ്ങനെയൊക്കെയാണ് അവൻ്റെ ശുദ്ധത നേടിയെടുക്കുന്നത്? അക്കാര്യം അങ്ങ് വിശദമായി പറഞ്ഞാലും. മാർക്കണ്ഡേയൻ അതിന് മറുപടി പറയുകയാണ്, 3 തരത്തിലുള്ള ശുദ്ധതകളാണുള്ളത്. ഒന്നാമത്തത് വാക്കിലുള്ള ശുദ്ധത, രണ്ടാമത്തത് കർമ്മം കൊണ്ടുള്ള ശുദ്ധത, മൂന്നാമത്തത് ജലം കൊണ്ടുള്ള ശുദ്ധത. ഈ 3 ശുദ്ധതകളും ചേരുമ്പോഴാണ് ഒരു ബ്രാഹ്മണൻ യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണനായിട്ട് മാറുന്നത്. 3 ത്രിസന്ധികളിലും ശൗചത്തോടു കൂടിയിട്ട് ഗായത്രി ജപിക്കുന്ന ബ്രാഹ്മണനെ ഒരാപത്തും പിന്തുടരുകയില്ല. അവന് ദാനം ചെയ്യുന്നവനും അതേ ഗുണങ്ങൾ തന്നെ ലഭിക്കും. എന്നാൽ യുധിഷ്ഠിര, നീ ശ്രദ്ധിച്ച് കേൾക്കുക. ത്രിദണ്ഡ് കയ്യിലെടുക്കുക, മൗനിയാവുക, ജട വളർത്തുക, അല്ലെങ്കിൽ തല മൊട്ടയടിക്കുക, മരവുരിയോ തോലോ അരയിൽ ചുറ്റി നടക്കുക, അഗ്നിഹോത്രം ചെയ്യുക, കാട്ടിൽ വസിക്കുക, പട്ടിണി കിടന്ന് ശരീരം മെലിയിപ്പിക്കുക, ഇതൊക്കെ ചെയ്താലും അവന് ഭാവശുദ്ധി ഇല്ല എങ്കിൽ, അവൻ്റെ വികാരങ്ങൾ ശുദ്ധമല്ല എങ്കിൽ അവനെ ഒരിക്കലും ബ്രാഹ്മണൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും പാപം ചെയ്യാത്തവരാണ് ബ്രാഹ്മണന്മാർ. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് തപസ്സാകുകയില്ല ഒരിക്കലും. അത് തപസ്സിനെ ഹിംസയായിട്ടാണ് ഭവിക്കുന്നത്. പാപകർമ്മി ഉപവാസം എടുത്തതുകൊണ്ട് യാതൊരു ഫലവും അതുകൊണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പട്ടിണി കൊണ്ട് അവൻ ചെയ്ത പാപം ഒരിക്കലും ഇല്ലാതാവുകയില്ല. ഈ മാംസരക്തങ്ങൾ ചേർന്ന ശരീരം
ഭക്ഷണം കഴിക്കാതിരുന്നാൽ മെലിയും എന്നല്ലാതെ അതിൻ്റെ പാപഫലത്തിന് യാതൊരു കുറവും ഉണ്ടാകുകയില്ല. അറിവില്ലാത്ത ഈ പ്രവൃത്തി കൊണ്ട് ശരീരം ക്ഷീണിക്കും എന്നല്ലാതെ പാപഫലത്തിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. അജ്ഞാനകർമ്മികൾ, അതായത് അധർമ്മം ചെയ്യുന്ന ആളുകൾ, അവർ പട്ടിണി കിടന്നാലും വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ് ചെയ്താലും ജടാഭാരം തലയിൽ ഭരിച്ചാലും ചാണകം മെഴുകിയ തറയിൽ കിടന്ന് ഉറങ്ങിയാലും അഗ്നിശുശ്രൂഷ ചെയ്താലും ഒന്നും അതുകൊണ്ട് യാതൊരു ഫലവും കിട്ടില്ല. മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ധർമ്മകർമ്മങ്ങൾ ചെയ്യുന്നവരെ, ജ്ഞാനകർമ്മങ്ങൾ ചെയ്യുന്നവരെ, അവരിൽ നിന്നും ജനനമരണങ്ങൾ താനെ അകന്നുപോകും, രോഗങ്ങൾ ക്ഷയിച്ചു പോകും, അവർക്ക് ഉത്തമമായിട്ടുള്ള പദം ലഭിക്കുകയും ചെയ്യും. തീയിൽ വന്നാൽ പിന്നെ വിത്തിന് മുള വരികയില്ല. അതുപോലെയാണ് ജ്ഞാനത്തിൽ ഒരിക്കൽ നിങ്ങൾ പൂർണ്ണമായും ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനനമരണങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. സർവം നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബ്രാഹ്മണന് പിന്നെ ഒരു ശ്ലോകവും ചൊല്ലേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ മാർക്കണ്ഡേയ മഹർഷി മനഃശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട്, ഭാവശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് യുധിഷ്ഠിരനോട് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠിരൻ വീണ്ടും മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിക്കുകയാണ്, ഭഗവാനെ, മുഖ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ദാനങ്ങളെക്കുറിച്ചിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങ് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തന്നാലും. മാർക്കണ്ഡേയ മഹർഷി മറുപടി പറയുകയാണ്, യുധിഷ്ഠിര, നീ കേട്ടാലും നീ ചോദിച്ചത് ദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണല്ലോ. അതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടെ ആഴത്തിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വാവിൻ്റെ അന്ന് ദാനം ചെയ്താൽ ഫലം ഇരട്ടിയാണ്. ഋതുവിൽ ദാനം ചെയ്താൽ ഫലം 10 ഇരട്ടിയാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രഹണ സമയങ്ങളിൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഒരിക്കലും അവസാനിക്കുന്നില്ല. ബ്രാഹ്മണരുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഒരിക്കലും അവസാനിക്കുന്നില്ല. ദാനത്തേക്കാൾ ശാശ്വതമായിട്ടുള്ള ഫലം തരുന്ന വേറൊന്നും നിലവിലില്ല യുധിഷ്ഠിര. ഇതിൻ്റെ പ്രാധാന്യം നീ മനസ്സിലാക്കി നിനക്ക് ആർജിക്കുന്ന ധനമൊക്കെ നീ ബ്രാഹ്മണർക്ക് ദാനമായി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠിരൻ വീണ്ടും മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിച്ചു, അങ്ങ് ഇന്ദ്രദ്യുമ്നൻ്റെ കഥ എനിക്ക് പറഞ്ഞു തന്നല്ലോ. അതോടൊപ്പം തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു പേരാണ് ദുന്ധുമാരൻ എന്ന് പറയുന്നത്. ഇക്ഷ്വാകു വംശത്തിലെ രാജാവായിട്ടുള്ള കുവലാശ്വൻ എന്ന് പറയുന്ന രാജാവ് എങ്ങനെയാണ് ദുന്ധുമാരനായിട്ട് മാറിയത്, ആ കഥ കേൾക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അങ്ങേക്ക് അറിയാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഈ യുഗങ്ങളിലുള്ള എല്ലാ കഥകളും അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ആർക്കും അറിയാത്ത ഈ കഥ, കുവലാശ്വൻ എന്ന് പറയുന്ന രാജാവ്, ഇക്ഷ്വാകു വംശത്തിലുള്ള കുവലാശ്വൻ എന്ന് പറയുന്ന രാജാവ് ദുന്ധുമാരൻ എന്നും എങ്ങനെയാണ് പേര് കിട്ടിയത്, ആ കഥ അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ മാർക്കണ്ഡേയ മഹർഷി പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, എനിക്കറിയാൻ വയ്യാത്തതായിട്ടുള്ള ഒരു കഥയും ഈ ലോകത്തിലില്ല. ഞാൻ നിനക്ക് ദുന്ധുമാരൻ്റെ കഥ വിശദമായിട്ട് പറഞ്ഞുതരാം. മരുധന്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആശ്രമം സ്ഥാപിച്ചിരുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മുനിയായിരുന്നു ഉത്തങ്കൻ. അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. അതീവ തപോബലമുള്ളവനാണ്. അദ്ദേഹം ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മഹാതപസ് ആരംഭിച്ചു. അങ്ങനെ അനേകായിരം വർഷങ്ങൾ നീണ്ടുനിന്ന തപസ്സിൽ സംപ്രീതനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു ഉത്തങ്കന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഉത്തങ്കൻ ആ സമയത്ത് മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്തുതി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ സ്തുതിയിൽ വളരെയധികം സംപ്രീതനായിട്ടുള്ള വിഷ്ണു ഉത്തങ്കനോട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഉത്തങ്കൻ പറഞ്ഞത്, എനിക്ക് അങ്ങയിലുള്ള ഭക്തി ഒരിക്കലും മാറാതെ നിൽക്കുന്ന ഒരു മനസ്സാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടും ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിയായില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് പറയൂ എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ധർമ്മത്തിൽ നിന്നും മാറാതെ അങ്ങയിൽ മനസ്സ് മാറാത്ത ഭക്തിയുള്ള ഒരു മനസ്സുണ്ടായി തന്നാൽ മതിയെന്നാണ്. ഇത് കേട്ടിട്ട് സംപ്രീതനായിട്ടുള്ള വിഷ്ണു ഭഗവാൻ പറഞ്ഞു, നീ വലിയൊരു ദേവകാര്യം ഭാവിയിൽ നിർവഹിക്കും. ഇപ്പോൾ ദുന്ദു എന്ന് പറയുന്ന ഒരു അസുരൻ, അവനെ തപസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ തപസ്സിലൂടെ അവൻ നേടിയെടുക്കുന്ന കാര്യം ഈ ലോകത്തിന് മുഴുവനും അപകടകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ മഹാസുരനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് ഇക്ഷ്വാകു വംശത്തിലെ ബൃഹദശ്വൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അതിബലവാനായിട്ടുള്ള കുവലാശ്വൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടാവും. ആ കുവലാശ്വൻ എൻ്റെ യോഗബലത്തോടു കൂടിയിട്ട് ഉത്തങ്ക മഹർഷി അങ്ങയുടെ ആജ്ഞപ്രകാരം ദുന്ധുഭിയുടെ മാരനായിട്ട് മാറും. ഇപ്രകാരം പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്നും അന്തർധാനം ചെയ്തു. മാർക്കണ്ഡേയ മഹർഷി തൻ്റെ കഥ തുടരുകയാണ്. അദ്ദേഹം ഇക്ഷ്വാകു വംശത്തിലെ രാജവംശത്തിൻ്റെ മുഴുവനും കഥ ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങുകയാണ്. ഇക്ഷ്വാകുവിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ശശാതൻ ലോകം മുഴുവനും ജയിച്ച് അയോധ്യാധിപതിയായിട്ട് തീർന്നു. അതിനുശേഷം ശശാതൻ്റെ പുത്രനായിട്ടുള്ള കുകുൽസ്തൻ രാജാവായി. അദ്ദേഹം മഹാവീര്യവാനായിട്ടുള്ള രാജാവായിരുന്നു. കുകുൽസ്തൻ്റെ പുത്രനായിരുന്നു അനേനസ് എന്ന് പറയുന്ന രാജാവ്.
അനേനസിൻ്റെ മകനായിട്ടുള്ള പൃഥു എന്ന് പറയുന്ന രാജാവുണ്ടായി. പൃഥുവിന് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, വിഷഗശ്വനും അദ്രിയും. അദ്രിക്ക് യുവനാശ്വൻ എന്ന പേരിലുള്ള ഒരു പുത്രൻ ജനിച്ചു. അവൻ്റെ പുത്രനായിട്ട് ശ്രാവൻ എന്ന് പറയുന്ന രാജാവുണ്ടായി. ശ്രാവൻ്റെ പുത്രനായിട്ട് ശ്രാവസ്തകൻ എന്ന് പറയുന്ന രാജാവുണ്ടായി. അവനാണ് പ്രശസ്തമായിട്ടുള്ള ശ്രാവസ്തിപുരി എന്ന് പറയുന്ന നഗരം നിർമ്മിച്ചത്. ശ്രാവസ്തകൻ്റെ പുത്രകനായിട്ട് മഹാബലവാനായിട്ടുള്ള ബൃഹദശ്വൻ എന്ന് പറയുന്ന രാജാവുണ്ടായി. ബൃഹദശ്വൻ്റെ മകനായിട്ട് കുവലാശ്വൻ എന്ന് പറയുന്ന അതിബലവാനായിട്ടുള്ള രാജാവും ജനനമെടുത്തു. കുവലാശ്വന് 27,000 പുത്രന്മാരുണ്ടായി. എല്ലാവരും അതീവ ധീരന്മാരും മഹാധർമ്മികളുമായിരുന്നു. ബൃഹദശ്വനെ കഴിഞ്ഞും ഗുണവാനും ധീരനുമായിരുന്നു കുവലാശ്വൻ. ബൃഹദശ്വൻ അങ്ങനെ കുവലാശ്വനെ അയോധ്യയുടെ രാജാവാക്കി അഭിഷേകം ചെയ്തു. കുവലാശ്വനെ രാജ്യഭാരം ഏൽപ്പിച്ചതിന് ശേഷം ബൃഹദശ്വൻ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് ഉത്തംഗ മഹർഷി ചെന്നിട്ട് ബൃഹദശ്വനെ തടഞ്ഞിട്ട് പറഞ്ഞു, അങ്ങ് ഇപ്പോൾ തപസ്സിന് വേണ്ടിയിട്ട് പോകരുത്, അങ്ങ് രാജധർമ്മമാണ് വിനിയോഗിക്കേണ്ടത്. അങ്ങേക്ക് തപസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടില്ല. അങ്ങേക്ക് വലിയൊരു കർമ്മം ഇവിടെ നിറവേറ്റാൻ വേണ്ടിയിട്ടുണ്ട്. അത് ചെയ്യാതെ അങ്ങ് തപസ് ചെയ്യാൻ പോകുന്നത് ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. പ്രജാരക്ഷയാണ് ഒരു രാജാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ധർമ്മം. അങ്ങേക്ക് പ്രജാരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങ് എൻ്റെ വാക്ക് കേൾക്കണം. അങ്ങ് ഇപ്പോൾ തപസ്സിന് പോയാലും അങ്ങേക്ക് സമാധാനത്തോടു കൂടിയിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഉത്തങ്കൻ ദുന്തു എന്ന് പറയുന്ന ആ അസുരനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബൃഹദശ്വൻ അങ്ങ് കേട്ടാലും, എൻ്റെ ആശ്രമമിരിക്കുന്ന ഉജ്ജാലകം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് വലിയൊരു മണലാരണ്യമുണ്ട്. അതിന് വളരെയധികം യോജന നീളവും വീതിയുമുണ്ട്. മധുഖൈടവന്മാരുടെ സന്താനമായിട്ടുള്ള ദുന്തു എന്ന് പറയുന്ന ഒരു അസുരൻ, അവൻ അതിക്രൂരനായിട്ടുള്ള ഒരു അസുരനാണ്. അവൻ ഈ മണലിൻ്റെ അടിയിലാണ് വസിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കൊന്നതിന് ശേഷം അങ്ങ് കാട്ടിലേക്ക് പൊക്കോടുക. ഘോരമായിട്ടുള്ള തപസ് ചെയ്തിട്ട് ദേവന്മാരെയും അസുരന്മാരെയും എല്ലാം ദേവന്മാരെയും മനുഷ്യരെയും എല്ലാം മുടിക്കുവാൻ വേണ്ടിയിട്ടുള്ള വരം വാങ്ങിയതിന് ശേഷമാണ് അവൻ ആ മണലിൻ്റെ അടിയിൽ കിടക്കുന്നത്. അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവന്മാർക്കോ യക്ഷന്മാർക്കോ കിന്നരന്മാർക്കോ ഒന്നും സാധിക്കുകയില്ല. മഹാബലവാനായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള ഒരു രാജാവിന് മാത്രമേ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ബൃഹദശ്വ, അങ്ങേക്ക് മാത്രമേ ദുന്തുവിനെ കൊന്നിട്ട് ഈ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അവൻ ഈ മണലിനുള്ളിൽ കിടന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദുന്തു മണലിനടിയിൽ കിടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് ഉത്തംഗ മഹർഷി ബൃഹദശ്വന് പറഞ്ഞു കൊടുക്കുകയാണ്. ബാക്കിയുള്ള കഥാഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.